കൊട്ടാരക്കരക്കാരെ ടെക്നോളജിയുടെ ലോകത്തേക്ക് അറിവുകൊണ്ട് സജ്ജരാകാൻ തയ്യാറെടുത്തോളൂ. അറിവുകൊണ്ട് സജ്ജരാകാം ടെക്നോളജിയുടെ ലോകത്തേക്ക് എന്ന പ്രമേയത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും ടാൽറോപ്പിന്റെ സഹകരണത്തോടെ റിപ്പോർട്ടർ TV സംഘടിപ്പിക്കുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ കോൺക്ലേവ് നവംബർ 24-ന് കൊട്ടാരക്കരയിൽ. കൊട്ടാരക്കര പള്ളിമുക്ക് മൈൽസ്റ്റോൺ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കോൺക്ലേവിൽ ആയിരക്കണക്കിന് രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പങ്കെടുക്കും. ടെക്നോളജിയുടെ ഏറ്റവും നൂതന അപ്ഡേഷനുകൾക്കനുസരിച്ച് പഠന രീതിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങളെയും പുതിയ അവസരങ്ങളെയും കുറിച്ച് പ്രമുഖർ വിദ്യാർത്ഥികളുമായും രക്ഷിതാക്കളുമായും സംവദിക്കും. അറിവുകൊണ്ട് സജ്ജരാകാം ടെക്നോളജിയുടെ ലോകത്തേക്ക് എന്ന പ്രമേയവുമായി ടാൽറോപ്പിന്റെ സഹകരണത്തോടെ റിപ്പോർട്ടർ TV സംഘടിപ്പിക്കുന്ന ടെക്നോളജി എഡ്യൂക്കേഷൻ കോൺക്ലേവ് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള പ്രയാണം തുടരുകയാണ്. നവംബർ 24-ന് കൊട്ടാരക്കര മൈൽസ്റ്റോൺ കൺവെൻഷൻ സെന്ററിലാണ് കൊട്ടാരക്കര നിയോജക മണ്ഡലം തല എഡ്യൂക്കേഷൻ കോൺക്ലേവ് നടക്കുന്നത്. ലോകം ടെക്നോളജിയിലൂടെ നിയന്ത്രിക്കപ്പെടുമ്പോൾ ആ ലോകത്തേക്ക് പുതുതലമുറയെ സജ്ജരാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും പരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമാണ് നിയോജക മണ്ഡലങ്ങൾ തോറും റിപ്പോർട്ടർ TV ടാൽറോപ്പുമായി സഹകരിച്ച ടെക്നോളജി എഡ്യൂക്കേഷൻ കോൺക്ലേവുകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഇൻഡസ്ട്രി അക്കാദമിക് ഗ്യാപ്പ് ഉൾപ്പെടെ പരിഹരിച്ച് ടെക്നോളജി നിയന്ത്രിത ലോകത്തേക്ക് വിദ്യാർത്ഥികളെ പാകപ്പെടുത്തിയെടുക്കുക എന്ന ദൗത്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ട പരിഹാര നിർദ്ദേശങ്ങളാണ് പ്രധാനമായും കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത്. നിങ്ങളെ സൃഷ്ടിക്കുന്നത്, നിങ്ങളെ മാറ്റുന്നത് ഒരു എക്കോസിസ്റ്റമാണ്. ഒരു പുതിയ എക്കോസിസ്റ്റത്തിൽ നിങ്ങൾ വന്നുപെട്ടാൽ നിങ്ങൾക്ക് സ്വയമേവ മാറാൻ കഴിയും. അതുകൊണ്ടാണ് റോണ്ട ബൈറൺ സീക്രട്ട് എന്ന പുസ്തകത്തിൽ പറയുന്നത്, യു ബിക്കം വാട്ട് യു ഡു. നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതായി മാറും. ഉദാഹരണത്തിന്, നിങ്ങൾ ഫുട്ബോൾ കളി ടെലിവിഷനിൽ മാത്രം കാണുന്ന ഒരു കായിക പ്രേമിയാണെങ്കിൽ നിങ്ങൾ എല്ലാ ലോകകപ്പും ഇങ്ങനെ ടെലിവിഷൻ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ മൈതാനത്തിലിറങ്ങി പന്ത് തട്ടാൻ താല്പര്യമുള്ള ഒരാളായി തീരുകയും തട്ടാൻ മൈതാനങ്ങൾ ഉണ്ടാവുകയും അവിടെ കാൽപന്തുകളി ഉണ്ടാവുകയും ചെയ്താൽ നിങ്ങൾ ലോകകപ്പ് കളിക്കുന്ന ഒരു കളിക്കാനായി തീരും. അപ്പോൾ അടിസ്ഥാനമായി നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ തീരുമാനിക്കുന്നു എന്നതാണ്. അപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ എക്കോസിസ്റ്റത്തിലെ നിങ്ങളുടെ പരിചയപ്പെടൽ, നിങ്ങളുടെ ഇടപഴകൽ നിങ്ങളെ സൃഷ്ടിക്കുന്നു. ഇവിടെയാണ് ഈ എഡ്യൂക്കേഷൻ കോൺക്ലേവിന്റെ പ്രസക്തി. ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ വൈകിട്ട് 5 വരെ നടക്കുന്ന കോൺക്ലേവിൽ ജനപ്രതിനിധികൾ, എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റുകൾ, മുതിർന്ന മാധ്യമപ്രവർത്തകർ, വൻകിട ടെക് സംരംഭകർ തുടങ്ങിയവർ പങ്കെടുക്കും. പോസിറ്റീവ് നമ്മൾ പഠിപ്പിച്ചാലേ ഉണ്ടാവും. നെഗറ്റീവ് നമ്മൾ ആരും പഠിപ്പിക്കേണ്ട. അതിനൊരു വലിയ സിസ്റ്റം ഇവിടെ പുറത്തുണ്ട് നെഗറ്റീവ് പഠിപ്പിക്കാൻ. പോസിറ്റീവ് പഠിപ്പിക്കാൻ നമുക്കൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇവിടെയാണ് ഈ ഒരു കോൺക്ലേവിന്റെ ടൈറ്റിൽ പ്രസക്തമാകുന്നത്. അറിവുകൊണ്ട് സജ്ജരാകണം. നിലവിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ ഗുണവശങ്ങളും പോരായ്മകളും പഠന വിധേയമാക്കി തയ്യാറാക്കിയ പരിവർത്തന മാതൃകകൾ, ടെക്നോളജി എഡ്യൂക്കേഷൻ അടിസ്ഥാന വിദ്യാഭ്യാസമായി മാറേണ്ടതിന്റെ ആവശ്യകത, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് തുടങ്ങി ടെക്നോളജിയുടെ ഏറ്റവും നൂതന അപ്ഡേഷനുകൾക്കനുസരിച്ച് പഠന രീതിയിലുണ്ടാകേണ്ട മാറ്റങ്ങൾ തുടങ്ങി രക്ഷിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ കോൺക്ലേവിൽ നടക്കും. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്യുന്ന കോൺക്ലേവിൽ നടനും എഴുത്തുകാരനുമായ ജോസഫ് അന്നംകുട്ടി ജോസ്, ആക്ടിവിസ്റ്റും ലൈഫോളജി ചീഫ് ഇന്നൊവേഷൻ ഓഫീസറുമായ രാഹുൽ ഈശ്വർ, നടിയും പ്രമുഖ അവതാരകയുമായ മീര അനിൽ തുടങ്ങിയവരും എഡ്യൂക്കേഷൻ, ടെക്നോളജി മേഖലകളിൽ വിപ്ലവകരമായ മുന്നേറ്റങ്ങൾക്ക് തുടക്കമിട്ട യുവ സംരംഭകരും പങ്കെടുക്കും. റിപ്പോർട്ടർ, കൊല്ലം.